രുചിയിലൂടെ ഹൃദയം കീഴടക്കുന്ന ഫ്ലേവേഴ്സ് ആൻഡ് കളേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കരിമീൻ പൊള്ളിച്ചതാണ്. ഇതെല്ലാവർക്കും അറിയിക്കും, പൊള്ളിക്കുന്നത് തന്നെ പല രീതിയിലുണ്ട്. വരൂ നമുക്ക് കാണാം ഇന്നത്തെ കരിമീൻ പൊള്ളിച്ചത് എങ്ങനെയാണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന കരിമീൻ പൊള്ളിച്ചത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അടുപ്പിലൊക്കെ ചുട്ടെടുക്കുന്നതിനാണ് ടേസ്റ്റൊക്കെ കൂടുതൽ. പക്ഷേ ഇപ്പം വീട്ടിൽ അടുപ്പ് കൂട്ടാൻ അതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിന്ന് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമ്മുടെ ഫ്രൈങ് പാനൊക്കെ യൂസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇന്നിവിടെ കാണിക്കാൻ വന്നത്. വരൂ നമുക്ക് കാണാം. കരിമീൻ പൊള്ളിച്ചതിലേക്ക് വേണ്ടുന്ന ചേരുവകൾ എന്താണെന്ന് നമുക്ക് കാണാം. ഇത് നല്ല ഫ്രഷ് കരിമീൻ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ കിട്ടിയതാണ്, അതുകൊണ്ട് നിങ്ങൾക്കായിട്ടിത് തയ്യാറാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നല്ല ഫ്രഷ് കരിമീൻ ഇതൊരു 1/2 കിലോ ഉണ്ടാവും. ഇനി നമുക്ക് ചേരുവകൾ എന്താണെന്ന് നോക്കാം. ഇതിലേക്ക് ഒരു 3 സവോള നല്ല കനം കുറച്ച് അരിഞ്ഞത്, ഒരു 8 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 ഇഞ്ചിലുള്ള ഇഞ്ചി ചതച്ചെടുത്തത്, 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ, ഇത് നല്ല കട്ട തൈര് പുളിയില്ലാത്തത്, ഇതൊരു ആവശ്യത്തിനെടുക്കാം, കടുക്, കുരുമുളക് പൊടി, വിനാഗിരി, തക്കാളി, ഇത് ഗരം മസാല പൗഡർ, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, കറിവേപ്പില. കരിമീൻ പൊള്ളിച്ച് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റ്സ് എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് നമുക്ക് ആവശ്യമുള്ള ചേരുവ മഞ്ഞൾ പൊടി ഒരു 1/4 ടീസ്പൂൺ, അതുപോലെ മീനിന് ആവശ്യമുള്ള ഉപ്പ്, അതുപോലെ തൈരിൻ്റെ ഒരു ടീസ്പൂൺ തൈര്, അതുപോലെ കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ എന്തിനാണ് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ അധികം എണ്ണ പിടിക്കില്ല അതിലേക്ക്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ മീനിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് നന്നായിട്ട് മീനിൻ്റെ എല്ലാ വശത്തും നന്നായിട്ട് പരട്ടി മുളക് പൊടി നമ്മളിപ്പോൾ ഇതിൽ ചേർക്കില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അടർന്ന് പോകാതെ. നമ്മളിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റെങ്കിലും ഇരിക്കണം ഇതിലേക്കൊന്ന് പിടിക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അതിൽ എല്ലായിടത്തും ഒന്ന് പരട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റിന് ശേഷം ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം വെളിച്ചെണ്ണയിൽ. നമുക്കിത് തൽക്കാലം ഇവിടുന്ന് മാറ്റാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം അരപ്പ് തയ്യാറാക്കാം. ചൂടായതിലേക്ക് നമുക്ക് ലേശം കടുക്, കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സവോള ചേർക്കാം. ഈ സവോള 3 എണ്ണം ഞാൻ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. ശരിക്കും ചുവന്നുള്ളി ചേർത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. പക്ഷേ പെട്ടെന്ന് ഇത്രയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സവോള തന്നെയാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി മധുരം ഉണ്ടാവും. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് പച്ചമുളകും എരിവൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറാവുന്നതോടെ വരും വഴറ്റിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ടിപ്പ് എന്ന രീതിയിൽ പെട്ടെന്ന് സവോള വഴന്ന് കിട്ടാനായിട്ട് ലേശം ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ സവോള നല്ല ഗോൾഡൻ നിറമൊക്കെ ആയിട്ടൊരു നല്ല മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വെളുത്തുള്ളി അല്ലി ഒരു
രണ്ടെണ്ണം ഞാൻ നീളത്തിൽ അരിഞ്ഞതും ബാക്കി ചതച്ചു ഇട്ടേക്കുന്നതാണ്. 8 അല്ലിയോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക്. അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചതും. നന്നായിട്ടൊന്ന് വഴറ്റാം. അതിലേക്ക് പച്ചമുളക് 2. ഇത് നല്ല എരിയുള്ള പച്ചമുളകാണ്. ഞങ്ങൾ ഇച്ചിരി സ്പൈസി ആയിട്ടൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് ഇതിലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവോള നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പിന് വേണ്ടുന്ന മസാലകൾ ചേർക്കാം. അതിലേക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പം നല്ല കളറും കിട്ടും. പക്ഷെ അത്രയ്ക്ക് എരിവൊന്നുമില്ല ഇതിന്. നല്ല കളറായിരിക്കും. നമ്മൾ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ പോരാന്ന് കണ്ട ആവശ്യത്തിന്. ഞാൻ അധികം എണ്ണ യൂസ് ചെയ്യാതെയാണ് നോക്കുന്നത്. ചിലർക്കൊന്നും ഒത്തിരി ഓയിൽ യൂസ് ചെയ്യുന്നൊന്നും അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. എപ്പോഴും മസാലകളൊക്കെ മൂത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തക്കാളി ചേർക്കാവൂ. ഇല്ലെങ്കിൽ ആ മസാലയുടെ ഒരു കുത്തലൊക്കെ അതിനുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ ഈസി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് അത് പറയുന്നത്. നല്ലതായിട്ട് കുക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാതെ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഇത് 2 ചെറിയ തക്കാളി അരിഞ്ഞതാണ്. അതുപോലെ ഒരു പിഞ്ച് ഗരം മസാല പൗഡർ. തക്കാളി ഇതൊക്കെ വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ലേശം ഉപ്പും കൂടി ആഡ് ചെയ്യാം. മീനിന് ആവശ്യമുള്ളതിന് നമുക്കിതിൽ ചേർക്കാം. അതുപോലെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില 2 തണ്ടോളം. എത്രയും ചേർത്താൽ അത്രയും നല്ലത്. ഒന്ന് ചെറുതായിട്ട് കീറിയിടാം. തക്കാളിയൊന്നും അധികം ഉടഞ്ഞു പോകണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മീനിൽ അപ്ലൈ ചെയ്തിട്ട് പൊള്ളിക്കാനായിട്ട് വെക്കും. അപ്പോൾ അത് കുറച്ചും കൂടി സോഫ്റ്റായിട്ട് വരും. അതുകൊണ്ട് തക്കാളി അധികം മൂപ്പിക്കണമെന്നില്ല. അപ്പം നമ്മളുടെ മീനിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ ആദ്യം മാറ്റി വെച്ചത് അതുപോലെ മഞ്ഞളും കുരുമുളകും ഒക്കെ പുരട്ടി മാറ്റി വെച്ച കരിമീനെ നമുക്ക് എണ്ണയിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ അരപ്പ് റെഡിയായി നമ്മൾ മാറ്റിയല്ലോ. ഇനി നമുക്ക് നമ്മുടെ മീൻ ഒന്ന് എണ്ണയിൽ ചെറുതായിട്ട് വറുത്തെടുക്കാം. നമുക്ക് ഇതിനെ ഇപ്പം മീൻ നമ്മുടെ ഒരു വശം ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മറിച്ചിടാം. ഇപ്പം നമ്മുടെ മീൻ 2 സൈഡും ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട. കാരണം നമ്മളിനി അരപ്പല്ല അതിലേക്ക് ചേർത്ത് ഒരു 10 മിനിറ്റ്സ് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മീനിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതങ്ങനെ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എടുക്കുന്നത്. കാരണം ഇത് ഇച്ചിരി വലിയ മീനല്ലേ. അപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം തന്നെ കണ്ടിട്ട് ഒന്ന് കഴിക്കണം തോന്നില്ലേ നിങ്ങൾക്ക്? അപ്പം നമുക്കിതിലേക്ക് പൊള്ളിക്കാൻ വേണ്ടുന്നത് മസാലയൊക്കെ ആഡ് ചെയ്യാം.
വാഴയില ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന രീതികളായിരിക്കും. നമ്മുടെ വാഴയില ഇപ്പം നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ച ഗ്രേവി ഇല്ലേ, അത് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. തയ്യാറാക്കി വെച്ച ഗ്രേവി ഇതിലേക്ക് നിരത്താം വാഴയിലയിലേക്ക്. ഒരു പകുതിയോളം നിരത്തിയാൽ മതിയാവും. ബാക്കി നമുക്ക് ഇതിൻ്റെ ടോപ്പിലും ഇടണം. അതുപോലെ നമ്മുടെ മീൻ വറുത്തതിനെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നിരത്താം. ഓക്കെ, ഇതിൻ്റെ തന്നെ എണ്ണയാണ്, എണ്ണയും വെള്ളവും. ഇത് നമുക്ക് അതിലേക്ക് തന്നെ ചേർക്കാം. ഇനി നമ്മുടെ ബാക്കി ഗ്രേവിയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ഡ്രൈ ആയിട്ടുള്ള പൊള്ളിച്ചതല്ല ഇതിനകത്ത് ചെയ്യുന്നത്. കുറച്ച് ഗ്രേവി നമുക്ക് ഇടിയപ്പോ കപ്പയോ, ശരിക്കും പറഞ്ഞാൽ നമ്മളിത് സൈഡ് ഡിഷ് എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാലും കരിമീൻ പൊള്ളിച്ചതൊക്കെ തിന്നണമെന്നുണ്ടെങ്കിൽ ഇതൊറ്റയ്ക്കിരുന്ന് കഴിക്കണം. സൈഡായിട്ട് ഇടിയപ്പോ കപ്പയൊക്കെ കൂടി നമുക്ക് കഴിക്കാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇനി നന്നായിട്ട് പരട്ടി വെച്ച് മീനിലേക്ക് അരപ്പ് പരട്ടിയതിന് ശേഷം ഒരു കുറച്ച് തേങ്ങാപ്പാൽ ഇതിൻ്റെ മുകളിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഡ്രൈ ആയിട്ടല്ല ഞാൻ എടുക്കുന്ന, കുറച്ച് ഗ്രേവി ഉള്ള ടൈപ്പാണ്. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കാം. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും. ഇതൊരു 1/4 കപ്പോളം തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഇനി ഇത് നമുക്കൊന്ന് പൊതിഞ്ഞ് പൊള്ളിക്കാനായിട്ട് ഒരു പാനിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ വാഴയിലയിൽ വാഴ നാര് വെച്ചിട്ട് ഞാൻ കെട്ടി നമ്മുടെ മീൻ പൊതിഞ്ഞത് നമ്മളൊരു പാനിലേക്ക് വെക്കാം. ചൂടായ പാനാണ്, ഞാനത് ചൂടാക്കാൻ വെച്ചിരുന്നു. അതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂണോളം എണ്ണ ജസ്റ്റ് ആ വാഴയിലയിലേക്കൊന്ന് പിടിക്കാനായിട്ട് ഇത് വെച്ചിട്ട് ഗ്യാസ് ഏറ്റവും സിമ്മിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ഏകദേശം വാഴയിൽ നമ്മൾ തിരിച്ച് മറിച്ചു വിട്ട് അതിൻ്റെ 2 സൈഡും നന്നായിട്ട് പൊള്ളിച്ചെടുക്കണം. അപ്പം നമുക്ക് ഒരു 10 മിനിറ്റിലേക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇപ്പോൾ ഏകദേശം ഒരു മണമൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. 7 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്നെടുത്ത് മറിച്ചിടാം. ഓക്കെ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇതിനെടുത്ത് മറിച്ചിടാം. വാവ്, ഈ സൈഡ് ഇതുപോലെ തന്നെ ഒരു 7 മിനിറ്റോളം നല്ല മണമൊക്കെ വരും നമുക്കപ്പം. അപ്പം നമുക്ക് നോക്കാം നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ടോ എന്ന്. വാവ്, ശരിക്കും നല്ല കൊതിയൂറുന്ന മണം. ശരിക്കും അത് ശരിക്കും നിങ്ങളിവിടെ ഉണ്ടാവണം, എന്നാലേ ആ ടേസ്റ്റിൻ്റെത് ആ മണവും ആ ഫ്ലേവറിൻ്റെ ഇതുകൊണ്ട് ശരിക്കും നല്ല കൊതി തോന്നുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് കണ്ടോ, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിപ്പം ഇത് നമുക്ക് ഒരു പ്ലേറ്റിൽ ഗ്യാസ് ആദ്യം നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് നമ്മുടെ കരിമീനെ പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. നമുക്ക് നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് എങ്ങനെയുണ്ടെന്നൊന്ന് കാണാം. വാവ്, നല്ല ആവി പറക്കുന്ന
നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ശരിക്കും നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഫ്ലേവർ അത് നിങ്ങളിവിടെ ഇല്ലാതെ പോയി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, അത്രയ്ക്ക് കേമായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ലേശം എണ്ണ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ, പക്ഷെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഓയിൽ ചേർത്ത ഒരു ഇതുപോലെ തോന്നും. അത് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്, അതുപോലെ കരിമീൻ്റെ നെയ്യ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വന്നേക്കുന്ന. പക്ഷേ ഇത് ശരിക്കും യമ്മിയാണ് കരിമീൻ, ഒട്ടും ഡ്രൈ ആയിട്ടില്ല, നല്ല ഗ്രേവിയൊക്കെ നന്നായിട്ട് ഇതിലുണ്ട്. ഇത് ശരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക തന്നെ വേണം. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ വീടുകളിൽ തന്നെ, നമ്മളിപ്പോൾ വലിയ ഹോട്ടൽസിലൊക്കെ പോയി കരിമീൻ പൊള്ളിച്ചത് വേണമെന്നൊക്കെ പറഞ്ഞെന്നാൽ ഇത്ര ഒന്നും വലിയത് കിട്ടാനൊന്നും പോകുന്നില്ല. ഇനി കിട്ടിയാൽ തന്നെ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഇത് വീട്ടിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന പരുവത്തിൽ, ഞാൻ അടുപ്പിലൊന്നുമല്ലോ പാനിൽ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്നാണ് കാണിച്ചത്. അപ്പം ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇപ്പോൾ കൊറോണയുടെ കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാ ആമ്പിള്ളേരടക്കം കുക്കിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വരെ ഇത് ട്രൈ ചെയ്യാം. ശരിക്കും ഇത് എന്തിൻ്റെയും കൂടെ ചേർന്ന് പോവും. ചോറാവട്ടെ, കപ്പ, അതുപോലെ പൊറോട്ട, ഇടിയപ്പം, എല്ലാത്തിൻ്റെയും കൂടെ ചേർന്ന് പോവും. അപ്പോൾ എല്ലാവരും ഒന്നത് ട്രൈ ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് നന്നായിട്ട് ഗാർണിഷ് ചെയ്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. അതുപോലെ നല്ല നല്ല കമൻറ്റുകൾ തരിക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയ എപ്പിസോഡിലേക്ക് കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.